ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നല്ല മഴയൊക്കെ അല്ലേ? വീട്ടിൽ കുറേ പേരിങ്ങനെ ഇരിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അവർക്ക് ഞാനൊരു പണി തരട്ടെ. എൻ്റെ കൂട്ടത്തിൽ കൂടിയാൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, അത്യാവശ്യം മേക്കപ്പും കാര്യങ്ങളൊക്കെ പഠിക്കാം. ഞാൻ ഡോറയിൽ നിന്ന് പഠിച്ചതാണ്. ഡോറ ബ്യൂട്ടി വേൾഡ് അങ്കമാലി, നമ്മുടെ രഞ്ജിമാർ അവരുടെ അടുത്തുനിന്ന് പഠിച്ചതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു. ഞാൻ പഠിച്ച കാര്യങ്ങളും ഒക്കെ ഞാൻ ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് എൻ്റെ കൂട്ടത്തിൽ ഒപ്പം നിൽക്കാമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും, പഠിപ്പിച്ച് തരുന്നതായിരിക്കും. ഇത് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഞാൻ ഇന്നും ഇതുകൂടെ സ്റ്റാർട്ട് ചെയ്യുവാണ്, പറഞ്ഞുതരാം. പിന്നെ ഈ കൂട്ടത്തിൽ ഞാൻ വളരെ മനോഹരമായൊരു കാര്യങ്ങൾ കാണിക്കാൻ ഉദ്ദേശിച്ചത് ഇത് കണ്ടോ. ഇതെൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ വിലപ്പെട്ട ഒരു സമ്മാനമാണ്. ഞാൻ അവിടെ പഠിച്ച സമയത്ത് എനിക്ക് രഞ്ജു തന്ന ഈ സമ്മാനമാണ്. അത്രയും വർഷം ഞാൻ 12ാമത്തെ വയസ്സിലാണ് ഞാൻ പഠിച്ചത്. പക്ഷേ അത്രയും കാലം പഠിച്ച ആർക്കും രഞ്ജു മിസ് ഇങ്ങനെ ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് വർണ്ണിക്കാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ ഇത് കിട്ടിയപ്പം ഒരുപാട് സന്തോഷമായി. നിധി പോലെ സൂക്ഷിച്ച് വെച്ചേക്കുവാണ് രഞ്ജു മിസ്. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം ഞാനത് കാര്യത്തിലേക്ക് കിടക്കാം. പലരും ഞാനോട് ചോദിക്കാറുണ്ട്, ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് പുറത്ത് പോകുന്ന സമയത്ത് കുറച്ച് നേരം അത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ ചോദിക്കാറുണ്ട് ലിപ്സ്റ്റിക്ക് പോകാത്ത എന്നാ കാരണം. എല്ലാവരും സാധാരണ ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് അത് ഇതുപോലെ ലിപ്സ്റ്റിക്ക് ഒരെണ്ണം എടുക്കും. ഇത് ഞാൻ ലാക്മേയുടെ ഒരു ലിപ്സ്റ്റിക്ക് കാണിച്ചു. ഇങ്ങനെ എടുക്കും, നമ്മളിങ്ങനെ തേക്കും, ഇങ്ങനെ വെക്കും. ഇതാണ് നമ്മളെല്ലാം ചെയ്യുന്ന രീതി. അത് ഒരു വെള്ളം കുടിക്കുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് അങ്ങ് പോകും. പക്ഷെ നമുക്ക് അങ്ങനല്ല. ഞാൻ പഠിച്ച കാര്യമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് ലിപ്സ്റ്റിക്ക് അങ്ങനെ ഉപയോഗിക്കുകയല്ല. നമ്മൾ ലിപ്സ്റ്റിക്കിന് ഇങ്ങനത്തെ പെൻസിൽ വാങ്ങണം. ഞാനിത് സ്വിസ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു പെൻസിൽ സെറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇത് കാണിച്ചു തരാം. ഇതൊക്കെയുണ്ടോ, ഇതിനകത്ത് കുറേ കളേഴ്സ് ഉണ്ട് കണ്ടോ. കുറേ കളേഴ്സ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങുക. അപ്പോൾ നമുക്ക് കുറേ എണ്ണം ഉണ്ടാവുമല്ലോ. ഇത് എന്നിട്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കും. ഞാൻ കണ്ണാടി നോക്കിയിട്ട് അത് വരച്ച് കാണിച്ചു തരാവേ. എനിക്ക് അല്ലാതെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ പെൻസിൽ, ഞാനിപ്പോൾ ഒരു പെൻസിൽ എടുത്തിട്ടുണ്ട്. ഈ പെൻസിൽ നമ്മൾ ഇങ്ങനെ, ഇത് കണ്ടോ, ഈ ഭാഗം നമ്മുടെ ചുണ്ടിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ ഇങ്ങനെ വരയ്ക്കുക കണ്ടോ. എന്നിട്ട് ഇതിനെ ലൈനാക്കുക, ലൈൻ ഇടുക. നമുക്ക് ലൈൻ ആവശ്യമാണല്ലോ. എന്നിട്ട് ഇത് ഈ പെൻസിൽ കൊണ്ട് ഫുള്ളായിട്ട് നമ്മൾ ഇങ്ങനെ കവർ ചെയ്യണം. ഈ പെൻസിൽ വെച്ച് തന്നെ നമ്മൾ കവർ ചെയ്യണം കേട്ടോ. ഉണ്ടോ, ഇനി നമുക്ക് ഈ പെൻസിൽ വെച്ച് കവർ ചെയ്യാം. ഞാൻ കവർ ചെയ്തിട്ട് കാണിക്കാവേ. ഇപ്പം ഞാനിത് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഈ പെൻസിൽ വെച്ച് കവർ ചെയ്യണം. പെൻസിൽ വെച്ച് കവർ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ആ കളർ പോകില്ല, നമ്മുടെ ചുണ്ടിലത് ഉണ്ടായിരിക്കും. അപ്പം നമ്മളിങ്ങനെ പെൻസിൽ വെച്ച് നന്നായിട്ട് കവർ ചെയ്യുക. ഇപ്പം നമ്മൾ മുകളിലത്തെ വരച്ചു, എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് നമ്മളിങ്ങനെ ഈ ലൈനൊക്കെ നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. വരച്ചു കൊടുക്കണേ, അല്ലെങ്കിൽ വൃത്തികേടായിരിക്കും. എല്ലാവർക്കും ലിപ്സ്റ്റിക്ക് ഇടാൻ അറിയാം, എങ്കിലും പറയുകയാണ്, ലിപ്സ്റ്റിക്ക് ഇടാൻ അറിയാത്തവർക്ക് ഇങ്ങനെ ഇട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ലിപ്സ്റ്റിക്ക് പോകാതിരിക്കുക. അങ്ങനെ ആ കൊച്ചിൻ്റെ ലിപ്സ്റ്റിക്ക് എന്താ ഇങ്ങനെ പോകാതിരിക്കുന്നത് എന്നൊക്കെ എൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ വരുന്ന ആരായാലും ചോദിക്കാറൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം മുകളത്തെ ഞാൻ കഴിഞ്ഞു. താഴെ നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ ലൈൻ ഇടുവാണേ. ഇങ്ങനെ ഒന്ന് പിടിക്കുക, ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇത് കണ്ടോ, ഇങ്ങനെ ഇങ്ങനെ ഏടുന്ന ഇങ്ങോട്ടേക്ക് ലൈനിട്ട് ഇതും ഫിൽ ചെയ്യുക. ഇത് ഫിൽ ചെയ്തിട്ട് കാണിക്കാവേ. ഇത് ഞാനിങ്ങനെ ഫുള്ളായിട്ട് ഫിൽ ചെയ്തു. കാണാമല്ലോ അല്ലേ, നിങ്ങൾക്ക് കാണാമല്ലോ. ഇപ്പം ഞാൻ ഫുള്ളായിട്ട് ഇത് ഫിൽ ചെയ്തു കേട്ടോ. ലൈൻ എന്നിട്ട് ഒന്നും കൂടെ വൃത്തിയാക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഫിൽ ചെയ്യുക.
നോക്ക്, ഫില്ലായില്ലേ? ഇങ്ങനെ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇവിടെ പെർമനൻ്റ് ആയിട്ട് അത് അവിടെ ഇരിക്കും. പെട്ടെന്ന് വെള്ളം തട്ടിയാലോ കാര്യങ്ങളോ ഒന്നും പോകൂല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പെൻസിൽ ഉപയോഗിച്ച് ആദ്യം നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്യണം. ചെയ്തതിന് ശേഷം നമുക്ക് അനുയോജ്യമായ ഏതെങ്കിലും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ എൻ്റെ മകള് എനിക്ക് തന്നതാണ് മാക്കിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ്. അതാണ് കൂടുതൽ ഞാൻ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുക. അപ്പം ഞാനിത് ഉപയോഗിക്കുന്നത്. ഇനിയല്ല എങ്കിൽ എല്ലാവർക്കും ഇങ്ങനത്തെ സംഭവങ്ങൾ ഇഷ്ടമാണ്. ഈ ഓയിൽ ടൈപ്പ് കുറച്ച് ഒരു പിന്നെ ഓയിലിൻ്റെ പോലത്തെ സാധനമാണ്. കാണിച്ചു തരാം. ഇത് സോറി, അതിങ്ങനെ പുറന്നു പോകുന്ന ഇതുണ്ട്. ഇങ്ങനത്തെ ടൈപ്പ് ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് തേച്ച് കൊടുത്തിട്ട് അതവിടെ അത് കുറേ പിടിച്ച് നിൽക്കും കേട്ടോ, നന്നായിട്ട് അത്. പക്ഷെ അത് നമ്മുടെ ചുണ്ടിനൊരു വരൾച്ച ഉണ്ടാക്കുവേ, അതുകൊണ്ട് അത് വേണ്ട. പിന്നെ ലാക്മേയുടെ ഉണ്ട്. ലാക്മേയുടെ ഇതൊരു കളറുണ്ട്, ഇത് കണ്ടോ, ഇത് ഈ കളറ് വേണേൽ യൂസ് ചെയ്യും. ലാക്മേയുടെ ഉപയോഗിക്കാം, നിങ്ങൾക്ക് അനുയോജ്യമായ നിങ്ങൾക്ക് അറിയിച്ചു. ഞാൻ എന്തായാലും ഇപ്പം മാക്ക് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഞാൻ ഇങ്ങനത്തെ ഒരു ചെറിയ ഇതെടുക്കുക. ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ബ്രഷാണ്. ഈ ബ്രഷ് നമുക്ക് ഈ ഇതിലേക്ക് ലിപ്സ്റ്റിക്കിലേക്ക് നമുക്ക് ഇങ്ങനെ ചേർക്കാം. ഇതൊരു നല്ലൊരു ഐഡിയ ആണ്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ലിപ്സ്റ്റിക്കിന് ഷേപ്പൊക്കെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലതാണ്. അപ്പം നമ്മൾ പതുക്കെ ഇതിങ്ങനെ തേച്ച് കൊടുക്കുക. കൂടുതലായിട്ട് പുറത്തേക്കൊന്നും പോകില്ല അപ്പം കേട്ടോ. ഇങ്ങനെ തേച്ച് കൊടുക്കുക. നമുക്ക് ഇങ്ങനെ വേണ്ട, ലൈന് പുറത്ത് പോകാതെ ഇരിക്കും. ഓക്കെ, ഇത് ഇങ്ങനെ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം വരെ ചിലപ്പം ഈ നമ്മളെന്തെങ്കിലും വെള്ളം ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഈ പുറത്ത് ചിലപ്പോൾ പോകാം. പക്ഷേ ഉള്ളിൽ നമ്മൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഇങ്ങനെ പെൻസിൽ ഉപയോഗിച്ച് വരച്ചത് അവിടെ ഇരിക്കും. അപ്പം നമ്മൾ ഇടയ്ക്ക് നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഇത് നമ്മൾ കൊണ്ടുപോകുമല്ലോ, എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോകാറുണ്ടല്ലോ. അപ്പോൾ ആ സാധനം ഇടയ്ക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അത് ഇങ്ങനെ വേണം ചെയ്യാം, ഇല്ലാതെ വെറുതെ ആണെങ്കിൽ ഇങ്ങനെ പറ്റുന്നവർ സ്വന്തം കയ്യിലിരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നവർ ഇങ്ങനെ എടുത്തിട്ട് വെച്ചാൽ അപ്പോൾ അത് ഫ്രഷായിട്ട് ഏത് സമയം അവിടെ ഇരുന്നോളൂ. അടിയിലത്തെ ആ കളർ അല്ലെങ്കിൽ നമ്മൾ പിന്നെയും ഇത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം, അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ദിവസത്തിൽ 1-2 പ്രാവശ്യമോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നുവാണ് ലിപ്സ്റ്റിക്ക് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നി ജസ്റ്റ് ഇത് വെറുതെ എടുത്തിട്ട് മുളിക്കിടുക. അപ്പോൾ അത് കുറേ സമയം പിന്നെ നിന്നോളും. ഏകദേശം പറഞ്ഞാൽ അത്രയും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇതെടുത്തിട്ട് വായിലിട്ടിട്ട് നമ്മളിങ്ങനെ ഇപ്പം ചെയ്ത പോലെ പെൻസിൽ ഉപയോഗിച്ച് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇതായിരിക്കും. പിന്നെ മെയിനായിട്ട് ലിപ്സ്റ്റിക്ക് അത്ര നല്ലതല്ല, നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ. അതിൻ്റെ കഴിവതും ലിപ്സ്റ്റിക്ക് ഒരുപാട് ഉപയോഗിക്കാതിരിക്കുക. ഒന്നേ ഉപയോഗിക്കുന്നത് അതിങ്ങനെ ഉപയോഗിക്കും. ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സമയം നിൽക്കും. ഇടയ്ക്കിടയ്ക്ക് ഈ ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് തേച്ച് കൊടുത്താൽ പക്ഷേ ഉള്ളിലേക്ക് കഴിക്കേണ്ട ആവശ്യം വരികയില്ല. അതിനെ എല്ലാവരും ഈ രീതിയിൽ ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. ഹലോ കൂട്ടുകാരെ, ഞാനിപ്പം കാണിച്ച ലിപ്സ്റ്റിക്ക് ഇടുന്നത് പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എങ്കിലും ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. ഇത് അറിയാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്, അവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ ലിപ്സ്റ്റിക്ക് നമുക്ക് എൻ്റെ ചുണ്ട് കണ്ടോ കുറച്ച് വലിപ്പം കൂടി ചുണ്ടല്ലേ, അപ്പോൾ അത് വലിപ്പം കൂടി ചുണ്ടിന് നമുക്ക് ചെറുതാക്കി എടുക്കാം. നമുക്കൊരു ഇഷ്ടമുള്ള ലെവലിലേക്ക് ഈ ചുണ്ടുകളെ ചെറുതാക്കാം. വലുതാക്കണമെങ്കിൽ വലുതാക്കാം, ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ആഴ്ചയിൽ ഒരു ദിവസമാണ് എൻ്റെ ഈ ക്ലാസ് ഉണ്ടാവുക. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ക്ലാസ് ഫോളോ ചെയ്തോളൂ. പിന്നെ നിങ്ങൾക്ക് ഈ മേക്കപ്പിൻ്റെ ക്ലാസ്സുകൾ ഫുള്ളായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റും കാര്യങ്ങളും ലൈക്കും ഷെയറും എല്ലാം നിങ്ങൾ തന്ന് ഈ ചാനലിനെ മുമ്പോട്ട് കൊണ്ടുപോകണം. നിങ്ങളും എൻ്റെ ഒപ്പം കൂടണം. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാത്ത ഒരുപാട് പേരുണ്ട്, പൈസ കൊടുത്ത് പോയി പഠിക്കാൻ മേലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഒപ്പം ഞാൻ ഉണ്ടാവും. നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടായാൽ മാത്രം മതി.
നമുക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് മുമ്പോട്ട് പോന്നോളൂ. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.